ഞാൻ ജിനീഷ് ശാന്തി യോഗ പരിശീലന ക്ലാസ്സുകളിൽ ഒരു ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു മെഡിറ്റേഷൻ പരിശീലനത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞതിൽ ഇതെല്ലാവരിലും എത്തിക്കുവാൻ വേണ്ടി നമ്മൾ ഈ മെഡിറ്റേഷൻ ഒരു ലൈവ് പ്രോഗ്രാമായിട്ട് മുന്നോട്ട് വരികയാണ്. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഭവനത്തിൽ ഏകാഗ്രതമായി ഇരിക്കുവാൻ സാധിക്കുന്ന ഒരു നല്ല ഒരു പ്ലേസ് തിരഞ്ഞെടുക്കുക. പ്രധാനമായും നമ്മൾ ഇരിക്കുന്ന വളരെ സുഖകരമായ നിലയിൽ ജനലും വാതിലൊക്കെ തുറന്നിട്ട് നിങ്ങളുള്ളിലേക്ക് സുഗന്ധം പരത്തുന്ന നല്ല പ്രാണവായു, മനസ്സിന് കുളിരേകുന്ന നല്ല ഇളം കാറ്റും നല്ല ഏകാന്തതയും നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധിക്കട്ടെ. ആദ്യം തന്നെ നിങ്ങൾ സുഖാസനത്തിലോ അല്ലെങ്കിൽ വജ്രാസനത്തിലോ അതല്ലെങ്കിൽ ഒരു ചെയറിലിരുന്നിട്ടോ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ആസ്വദിക്കുവാൻ തയ്യാറെടുപ്പ് നടത്തുക. നമ്മൾ മെഡിറ്റേഷനിലേക്ക് കടക്കുകയാണ്. നമ്മളുള്ളിലുള്ള ചൈതന്യത്തെ തിരിച്ചറിയുവാൻ നമ്മൾ മുന്നോട്ട് വരികയാണ്. സുഖകരമായ നിലയിൽ ഇടത് കൈയും വലത് കൈയും ചിന്മുദ്രയിൽ കൊണ്ടുവരിക. ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ് ചിന്മുദ്ര. ആദ്യം തന്നെ നല്ല ശാന്തമായി ധ്യാനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണെന്നൊരു 3 പ്രാവശ്യം മനസ്സിൽ പറഞ്ഞുകൊള്ളുക. ഞാനിപ്പോൾ സുഖകരമായ നിലയിൽ മനസ്സെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് എന്നിലേക്ക് കൊണ്ടുവരികയാണ്. മനസ്സിന്റെ ശാന്തത എനിക്ക് തിരിച്ചറിയാനുള്ളൊരു നല്ല ഒരു ടൂൾ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വിജയകരമായി ഞാനൊരു മെഡിറ്റേഷനിൽ പൂർത്തീകരിക്കുവാൻ പോവുകയാണ്. നമ്മൾ മെഡിറ്റേഷനിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. നമ്മളിലേക്ക് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് കൊണ്ടുവരിക. നമ്മൾ എടുത്തിരിക്കുന്ന ശ്വാസം താഴെ തട്ടിലേക്ക് നമ്മളെ വയറിന്റെ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. പതിയെ നമ്മൾ മൗത്ത് തുറന്നു വിട്ട് ഹാ എന്ന ശബ്ദത്തോടുകൂടി പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും നമ്മൾ നട്ടെല്ല് നിവർന്നിരുന്നു. തോളുകൾ ബലം കൊടുക്കാതെ നല്ല ആയാസത്തിൽ ദീർഘമായി നമ്മുടെ നാസാധാരങ്ങളിൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് കൊണ്ടുവരൂ. ആ ഉള്ളിലേക്ക് കടക്കുന്ന വൈറ്റൽ എനർജി അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സ് നിങ്ങൾ ഉള്ളിലേക്ക് പ്രാണിക് എനർജിയായി ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ പ്രാണിക് ശക്തി അല്ലെങ്കിൽ ആ പ്രാണിക് എനർജി എല്ലാ ഭാഗങ്ങളിലേക്കും നിങ്ങൾക്ക് വിന്യസിക്കുവാൻ സാധിക്കട്ടെ. ഇരട്ടി ശ്വാസം നിങ്ങളുടെ നാസാധാരത്തിൽ കൂടെ എല്ലാ നെഗറ്റീവിനെയും പുറത്തേക്ക് ചലിപ്പിക്കൂ. പുറത്തുവിടുന്ന ശ്വാസം അമിതമായി ഫോഴ്സ് കൊടുക്കാതെ താളാത്മകമായി മാറട്ടെ. വളരെ സാവകാശം വീണ്ടും നമ്മൾ മുന്നോട്ട് ശ്വാസം എടുക്കുവാൻ സാവകാശം ദീർഘശ്വാസം എടുക്കുവാൻ പോകുന്നു. ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം നമ്മൾ വിശുദ്ധി ചക്രവും നമ്മുടെ അനാഹത ചക്രവും മണിപൂര ചക്രവും അതായത് തൊണ്ടക്കുഴിയും ചെസ്റ്റിന്റെ ഭാഗവും നമ്മളെ വയറിന്റെ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്നു. അല്പസമയം ശ്വാസം നമ്മളുള്ളിലേക്ക് കൊണ്ടുവന്ന ശ്വാസത്തിനെ നമ്മൾ പതുക്കെ പതുക്കെ നാസാധാരത്തിൽ കൂടെ തന്നെ ഇരട്ടി ശ്വാസമായി പുറത്തേക്ക് വിടുന്നു.
വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ഭംഗിയിൽ നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ ഒന്ന് നല്ലോണം ഒന്ന് ഒബ്സേർവ് ചെയ്യുവാൻ സാധിക്കട്ടെ. നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തിൽ നല്ല പൂർണ്ണമായി ഒന്ന് ഒബ്സേർവ് ചെയ്യുവാൻ സാധിക്കട്ടെ. നിങ്ങൾ ഇരിക്കുന്ന പോസ്റ്റർ നല്ല രീതിയിൽ ഒന്ന് ഇമാജിൻ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ കാൽഭാഗങ്ങൾ, നിങ്ങളുടെ കാൽമുട്ടുകൾ, നിങ്ങളുടെ അരക്കെട്ടുകൾ, നിങ്ങളുടെ നട്ടെല്ലിന്റെ ഭാഗം, പുറം ഭാഗങ്ങൾ, ഇരുതോളുകളും, നിങ്ങളുടെ വലത് കൈയും ഇടത് കൈയും, നിങ്ങളുടെ നെക്ക്, കഴുത്തിന്റെ ഭാഗങ്ങൾ, നമ്മുടെ ശിരസിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായും നിങ്ങളൊന്ന് നല്ല രീതിയിൽ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും നിങ്ങൾ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് കൊണ്ടുവരൂ. നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു പ്രകൃതിയുടെ ജീവജാലങ്ങൾ, പക്ഷികൾ, നല്ല സൗന്ദര്യമുള്ള ഒരു പൂന്തോട്ടം, നിങ്ങളെ പൂങ്കാവനം, പ്രകൃതിയുടെ ഭംഗി നിങ്ങളുള്ളിലേക്ക് ലയിക്കുവാൻ സാധിക്കട്ടെ. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസമായ മനസ്സിനെ നിങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതിന് ജ്ഞാനേന്ദ്രിയമായും കർമ്മേന്ദ്രിയമായും പ്രവർത്തിക്കുന്ന കഴിവുകളുള്ള മനസ്സിനെ നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങൾ അതീതനയിൽ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾക്കുണ്ടാവുന്ന അഫിർമേഷൻ, നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ തിരിച്ചറിയൂ. നിങ്ങൾ മനസ്സിൽ നല്ല ഹാപ്പിനെസ് കൊണ്ടുവരുന്നു. നിങ്ങളുടെ മുഖം പ്രസന്നമായിരിക്കുന്നു. നിങ്ങൾ ഉള്ളിലേക്ക് വന്ന ആ എനർജൈസ് പൂർണ്ണമായും നിങ്ങൾ ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിപ്പോൾ നല്ല ആത്മസംതൃപ്തി തേടി നിങ്ങൾ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. നമ്മളുടെ കഴിവിനെ, നമ്മളിലുള്ള അപാരമായിട്ടുള്ള ആനന്ദത്തെ ഇപ്പോൾ പൂർണ്ണമായും ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ എൻ്റെ മനസ്സിനോട് പറയുന്നു, ഞാൻ എൻ്റെ ശരീരത്തിനോട് പറയുന്നു, എനിക്ക് എൻ്റെ കഴിവുകൾ തന്നതിന് ഞാൻ ആദ്യം തന്നെ ബ്ലെസ്സിങ്സ്, താങ്ക്സ് അറിയിച്ചു കൊള്ളുക. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കെന്നെ കേൾക്കാനും എനിക്ക് കാണുവാനും എനിക്ക് ആസ്വദിക്കുവാനും തന്നിരിക്കുന്ന ഈ അപാരമായ കഴിവിന് ആദ്യം തന്നെ ഒന്ന് നന്ദി അറിയിച്ചുകൊള്ളൂ. നമ്മളുള്ളിലേക്ക് വന്നിരിക്കുന്ന, നമ്മൾ അറിയാതെ ഉണ്ടാവുന്ന നമ്മുടെ ദുഷിച്ച ചിന്തകളെയെല്ലാം പൂർണ്ണമായും അലിയിച്ചു കളയുവാൻ സാധിക്കട്ടെ. എപ്പോഴും നല്ല ചിന്തകളോടുകൂടി എൻ്റെ ഉള്ളിലെ ചൈതന്യത്തെ എനിക്ക് എപ്പോഴും തിരിച്ചറിയുവാൻ സാധിക്കട്ടെ. നട്ടല് നിവർന്നിരുന്ന് ഞാൻ നല്ല ആരോഗ്യവാനാണ് മനസ്സിൽ ഒരു 2-3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എനിക്ക് തന്നിരിക്കുന്ന എല്ലാ സുഖങ്ങൾക്കും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എനിക്കുള്ളിലുള്ള എല്ലാ നല്ല കഴിവുകളെയും കൃത്യമായി എനിക്ക് പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കട്ടെ. എനിക്ക് ഇരട്ടി ജോലികൾ ചെയ്യുവാൻ സാധിക്കട്ടെ. നന്മയോടെ സേവന മാർഗങ്ങൾ ചെയ്യുവാൻ സാധിക്കട്ടെ. നല്ല സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കട്ടെ.
എല്ലാം എൻ്റെ കൈപ്പിടിയിൽ കൈപ്പിടിയിൽ ഒതുക്കി തീർക്കണമെന്നുള്ള ചിന്തകളിൽ നിന്ന് ഞാൻ മാറി ഞാൻ സ്വതന്ത്രനായി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എനിക്ക് എൻ്റെ ശരീരത്തിലെ കഴിവുകളെ, എൻ്റെ ഉള്ളിലേക്ക് വന്ന കഴിവുകളെ തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കട്ടെ. ഞാൻ എൻ്റെ സാധാരണ ശ്വാസോച്ഛ്വാസം എനിക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നു. എൻ്റെ മുഖം പ്രസന്നമായിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ ഹാപ്പിനെസ് പൂർണ്ണമായും തിരിച്ചറിഞ്ഞുകൊണ്ട് ദിവസവും ഞാൻ കൃത്യനിഷ്ഠയോടുകൂടി ചിട്ടയായ ധ്യാന പരിശീലനത്തോടുകൂടി സുഗമമായി മനസ്സെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഞാൻ വളർത്തിയെടുത്ത് മുന്നോട്ട് പോകുന്നു. നമുക്ക് പുറത്ത് ലോകത്തുമുള്ളതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കുമുള്ളതിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമുക്ക് ജീവിത സാക്ഷാത്കാരം നല്ല ആത്മസംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. സുഖം എന്നതൊരു വസ്തുനിഷ്ഠമല്ല, അത് ആത്മനിഷ്ഠമാണെന്ന തിരിച്ചറിവ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അമിതമായ പ്രതീക്ഷയിൽ നിന്നും ഞാൻ മുക്തി നേടിക്കൊണ്ട് എൻ്റെ ഉള്ളിലുള്ള എല്ലാ കഴിവിനെയും എൻ്റെ പരിശ്രമം കൊണ്ട് വിജയിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തൂ. എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ ഞാൻ പൂർണ്ണമായും തിരിച്ചറിയുന്നു. എൻ്റെ ഉള്ളിലുള്ള ബുദ്ധിയും ശക്തിയും തേജസ്സും പൂർണ്ണമായി ഞാൻ നല്ല ഗുണങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി ഞാൻ പരിശ്രമിക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തൂ. നമ്മളെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ, അതുപോലെ തന്നെ എനിക്ക് നല്ല ഹാപ്പിയായി കിടന്നുറങ്ങുവാൻ സാധിക്കുന്ന പാർപ്പിടം, എൻ്റെ കൂട്ടായ്മ, ഇതെല്ലാം നല്ല നിലയിൽ നിലനിർത്തുവാൻ എനിക്ക് സാധിക്കുന്നു. ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും ഞാൻ താങ്ക്സ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഹാപ്പിനെസ്, 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 ഹാപ്പിനെസ്. എൻ്റെ മൈൻഡ് എപ്പോഴും നല്ല ഹാപ്പിയായിരിക്കുന്നു. ഞാൻ എപ്പോഴും സന്തോഷവാനായിരിക്കുന്നു. Yes, I am perfectly all right. I am okay. I am okay. പതിയെ കൈകൾ കണ്ണു തുറക്കാതെ നല്ലോണം തിരുമൂ, റബ്ബിങ് കൊടുക്കൂ. പരമാവധി കൈകൾ ചൂടാവട്ടെ. ആ കൈകൾ ഒന്ന് നേരെ പാം ടച്ച് യുവർ ഐസ്, ഫിംഗർ ടച്ച് യുവർ ഹെഡ്. പതിയെ ഒന്ന് വിഷ്വലൈസ് ചെയ്യൂ. കണ്ണുകൾ തുറന്ന് കൈനുള്ളിലേക്ക് നോക്കൂ. അതിനുശേഷം നിങ്ങളുടെ കൈവിരലുകൾ നേരെ മസാജ് കൊടുക്കൂ. നല്ല ഹെയർ മസാജ് കൊടുക്കൂ. അതിനുശേഷം ഹിയർ മസാജ് കൊടുക്കൂ. നെറ്റിത്തടം ഒന്ന് മസാജ് കൊടുക്കുന്നു. തള്ളവിരൽ ഉപയോഗിച്ച് ഹൈബ്രോ മസാജ് കൊടുക്കുന്നു. കൈയുടെ ഉള്ളനടി ഉപയോഗിച്ച് ഫേസ് മസാജ് കൊടുക്കാം. ചിൻ മസാജ് കൊടുക്കുന്നു. ഇരു കൈകളും കോർത്ത് മുകളിലേക്ക് ശ്വാസമെടുത്ത് ഉയർത്തൂ. നല്ലൊരു സ്ട്രെച്ചിങ് കൊടുക്കൂ. സ്ട്രെച്ച്, 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 സ്ട്രെച്ച്. പതിയെ കൈകൾ കൂപ്പി ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മെഡിറ്റേഷൻ പതുക്കെ പുറത്തേക്ക് വരുന്നു. ചിരിച്ചുകൊണ്ട് പുറത്തുള്ള കാഴ്ചകളിലേക്ക്, പ്രസന്റ് മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാ ദിവസവും ഒരു കുറഞ്ഞ സമയം, ഒരു കൃത്യസമയം പാലിച്ച് നിങ്ങൾക്ക് ഈ ധ്യാനം മുറ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. താങ്ക് യു. താങ്ക് ഗോഡ്. ഗുരുഭ്യേ നമഃ.